അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ പെസഹ ആചരിക്കുന്നു. പള്ളികളിൽ കാൽകഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ നമുക്ക് നന്ദി പറയാം. ഈ പെസഹ ദിനത്തിലും ഈശോ എന്നോട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ, പക്ഷേ ഈ വേദനകളെയും എന്നിട്ടും അവരുടെ സ്നേഹത്തെ പ്രതിയാണ് അവരെന്ന പെസഹ ആചരിച്ചത്. തന്റെ ജീവിതവും തന്റെ ഓരോ പ്രവർത്തനവും ഓരോ ദിനവും എബി ജോൺ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. എബി, പെസഹ വ്യാഴാഴ്ചയാണ്. പള്ളിയിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ, കാൽകഴുകൽ ശുശ്രൂഷ ഉൾപ്പെടെ എന്തൊക്കെയാണ് വിശ്വാസികൾ ഈ ദിവസം എങ്ങനെ ആചരിക്കുന്നു? മറ്റു വിവരങ്ങൾ എന്താണ്? ഫിജി, രാവിലെ മുതൽ തന്നെ വിവിധങ്ങളായിട്ടുള്ള ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾ ആരംഭിച്ചു. രാവിലെ ഇന്നിപ്പോൾ നമ്മൾ നിലവിൽ ഇപ്പോൾ ഉള്ളത് കപ്പൽ പള്ളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ കത്തീഡ്രലാണ് ഉള്ളത്. അവിടെ തിരുക്കർമ്മങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ദിവ്യബലി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു. രാവിലെ മുതൽ തന്നെ നിരവധിയായിട്ടുള്ള നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരുപാട് ആളുകൾ ഈ ദേവാലയത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഇത് കൊച്ചിയിലെ മറ്റ് വിവിധ ദേവാലയങ്ങളിലും സമാനമായ രീതിയിലുള്ള തിരക്ക് ഉൾപ്പെടെ അനുഭവപ്പെടുന്നുണ്ട്. തന്നെ ഈ പെസഹ ദിനാചരണം ഒപ്പം വൈകുന്നേരത്തോടു കൂടി ഈ പെസഹ അപ്പം മുറിക്കുന്ന ചടങ്ങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ചടങ്ങുകൾ എന്ന് പറഞ്ഞു ദേവാലയത്തിലെ ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇന്നിപ്പോൾ ഈ കപ്പൽ പള്ളിയിൽ വലിയ രീതിയിലുള്ള വലിയ ആഘോഷത്തോടു കൂടി തന്നെയാണ് ഇന്നത്തെ ഈ കുർബാന തിരുക്രമങ്ങൾ നടക്കുന്നത്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. കുർബാനയുടെ അവസാന ഘട്ടത്തിലേക്കാണ് എത്തുന്നത്. നിരവധിയായിട്ടുള്ള ആളുകൾ, പള്ളിക്ക് ഉള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിൽ ആളുകൾ വന്നതിനെത്തി. പിന്നെ പുറത്ത് പ്രത്യേകമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ട് ഉള്ള കർമ്മങ്ങൾ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള സജ്ജീകരണങ്ങൾ അവിടെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വിശ്വാസികൾ രാവിലെ തന്നെ ദേവാലയത്തിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ അവർ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും ഒക്കെ ഏറ്റവും അങ്ങേയറ്റത്തെ വിശേഷിപ്പിക്കുന്നത്. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കുർബാനയുടെ സ്ഥാപനം അത് ഇന്നാണ് എന്നുള്ള ആ നിലയ്ക്കുള്ള വിശ്വാസം കൂടി ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതാണ് ഈ പെസഹാദിനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നതും. ആ നിലയ്ക്കുള്ള ആചാര കർമ്മങ്ങൾ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള പ്രാർത്ഥനാ കർമ്മങ്ങളെല്ലാം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പങ്കെടുക്കാനായി നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഇങ്ങനെ കൊച്ചിയിലെ വിവിധങ്ങളായിട്ടുള്ള ദേവാലയങ്ങൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ അതേ രീതിയിലുള്ള ആഘോഷത്തോടുകൂടി തന്നെ ഈ വിശുദ്ധ വാരത്തിന്റെ സുപ്രധാനമായിട്ടുള്ള ദിവസത്തെ ആചരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറയേണ്ടത്. പള്ളികളിലെ ചടങ്ങുകൾ ഈ കാലുകളുടെ ശുശ്രൂഷ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാൻ കഴിയും. ഒപ്പം തന്നെ പെസഹ അപ്പം മുറിക്കൽ എന്നുള്ള ചടങ്ങ് കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി തന്നെ ആ നിലയ്ക്ക് തന്നെയുള്ള കാലങ്ങളായി തുടർന്നു വരുന്ന ആ ഒരു രീതി അതിത്തവണയും ആ നിലയ്ക്ക് തന്നെ കുടുംബങ്ങൾ പ്രാർത്ഥനയോടുകൂടി തന്നെ അത് നടത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിജി, ശരി. എബി ജോൺ തോമസ് റിപ്പോർട്ട് ചെയ്യുന്നു. കൊച്ചി കപ്പൽ പള്ളിയിലാണ് എബി ഉള്ളത്. അവിടെ വിശുദ്ധ കുർബാന അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പ്രത്യേക ശുശ്രൂഷകൾ കേരളത്തിൽ ഉടനീളം എല്ലാ പള്ളികളിലും